ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് ആശാവർക്കേഴ്സ് ഫെഡറേഷൻ. സമരത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. സമരം ചെയ്യുന്നവർ LDF, UDF സർക്കാരുകളുടെ കാലത്തെ ആനുകൂല്യം പരിശോധിക്കണമെന്ന് ആശാവർക്കേഴ്സ് ഫെഡറേഷൻ. CITU അഖിലേന്ത്യാ പ്രസിഡന്റ് PP പ്രേമ ആവശ്യപ്പെട്ടു. ആശാവർക്കർമാരുടെ 2 മാസത്തെ വേതന കുടിശ്ശിക സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ഇത് സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നതിനുള്ള തെളിവാണെന്ന് ആശാവർക്കേഴ്സ് ഫെഡറേഷൻ CITU അഖിലേന്ത്യാ പ്രസിഡന്റ് PP പ്രേമ പറഞ്ഞു. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരമായിട്ടാണ് ഇതിനെ ഞങ്ങൾക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അത് പറയാൻ കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഫീൽഡിൽ അനുഭവിക്കുന്നുണ്ട്. ഞാനും ഒരാശയാണ്, ഞാൻ ഇന്ന് ഫീൽഡിലാണ്. ആ ഫീൽഡിലുള്ള വിഷയങ്ങളൊന്നും വലിയ മുദ്രാവാക്യമായിട്ട് ഉയർത്തിയിട്ടില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 6-ന് ആശാവർക്കേഴ്സ് ഫെഡറേഷൻ തിരുവനന്തപുരം DHS ആസ്ഥാനത്ത് സമരം നടത്തിയിരുന്നു. ഇതിനോട് അനുകൂലമായാണ് സർക്കാർ പ്രതികരിച്ചത്. എന്നാൽ മുൻ UDF സർക്കാർ ആശാവർക്കർമാരെ പറഞ്ഞു പറ്റിച്ച ചരിത്രമാണുള്ളത്. 5 വർഷം കൊണ്ട് 500 രൂപ മാത്രമാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിരവധിയായ സമരം നടത്തിയിട്ടും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തന്നിട്ടുള്ളത്. എന്നാൽ പിന്നീട് വന്ന 1ാം പിണറായി ഗവൺമെൻറ് വർഷാവർഷം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് അത് 6000-ലേക്ക് എത്തിച്ചു. പിന്നീട് ഈ പ്രതിസന്ധിക്കിടയിലും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കുന്നില്ല, നികുതി വിഹിതം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ NHM ഫണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് ഹോണറേറിയം 1000 കൂടി വർദ്ധിപ്പിക്കാൻ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളതാണ്. സമരത്തിലേക്ക് കൂടുതൽ ആശാവർക്കർമാരെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രചരണം ആരംഭിച്ചതായും PP പ്രേമ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.